ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ കണ്ടസ്റ്റൻസ് എല്ലാം കൂടി ഒരു ചർച്ച നടക്കുകയാണ്. അക്ബറുണ്ട്, റെന ഫാത്തിമ ഉണ്ട്, ആര്യനുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പറയുന്നത് നെവിൻ ഇപ്പോൾ അനിമോളെ താങ്ങി നടക്കുകയാണെന്നാണ് പറയുന്നത്. അത് ക്വിറ്റ് ചെയ്ത് പോകുന്നെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷമാണ് അനിമോൾക്ക് സപ്പോർട്ടെന്നാണ് റെന ഫാത്തിമ പറയുന്നത്. റെന ഈ കാര്യവും പറഞ്ഞ് പിന്നെ നെവിനെ ചുമ്മാ ചൊറിഞ്ഞൊറിഞ്ഞൊറിഞ്ഞ് നടക്കുകയാണ്. നെവിൻ പക്ഷേ അങ്ങനെ അനിമോളെ താങ്ങി നടക്കുന്നൊന്നുമില്ല. ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന ഒരു നല്ലൊരു ഗെയിം പ്ലെയറാണ്. പിന്നെ അത്യാവശ്യത്തിന് അനിമോളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുപോലെ അവിടെ അനീഷ്, അനിമോള്, നെവിൻ ഇവരൊക്കെയാണ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നവർ. അപ്പോൾ ഇവർ അത്യാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യും. പിന്നെ അനീഷിന് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അനിമോളാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇവർക്കാർക്കും പിടിക്കുന്നില്ല. നെവിനോട് ഒന്നാമത് തന്നെ ഇവർക്ക് അരിശമെന്ന് വെച്ചാൽ പണിപ്പുര ടാസ്കിൽ അന്ന് വൈൽഡ് കാർഡ്സിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നതിലാണ് ഇവർക്ക് ഏറ്റവും ദേഷ്യം. അതാണ് ഇവരിങ്ങനെ നെവിനോട് ഓരോന്നും പറഞ്ഞ് നെവിനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഈ കുറ്റം പറയുന്ന റെന ഫാത്തിമ ഇതുവരെയും ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ചിട്ടില്ല. റെന ഫാത്തിമ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകാരുടെ കൂടെ ചേർന്ന് നിന്ന് കളിച്ചിട്ടേ ഉള്ളൂ. കാരണം ജസീലിനെ താങ്ങി നിന്ന് കാലൊക്കെ മസാജ് ചെയ്തും തടയും ജസീലിന് സപ്പോർട്ട് നിന്ന് കളിക്കുമായിരുന്നു റെന ഫാത്തിമ. മസ്താനിയൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ കുറച്ചൊക്കെ ഒരു മാറ്റം വന്നത്. എന്നിട്ടാണ് നെവിൻ്റെ പുറകെ നടന്ന് ഓരോന്ന് പറയുന്നത്. പക്ഷേ നെവിന് കറക്റ്റായിട്ട് തിരിച്ച് മറുപടി പറയാൻ നെവിന് അറിയത്തില്ല. അതാണ് നെവിൻ്റെ കുഴപ്പം. ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസും മനസ്സിലായി അനിമോൾക്കാണ് പുറത്ത് സപ്പോർട്ടെന്ന്. അതാണ് ഈ ചർച്ചയ്ക്ക് കാരണം. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.